إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തിയും പാലിച്ചും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മുറുകെ പിടിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഓരോ പുണ്യദിനവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് ഇസ്ലാമിൽ ഏതൊരു വിശേഷ ദിവസവും കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇന്നത്തെ ഈ ജുമുഅ ദിവസം വരെ നമുക്കറിയാം. ജുമുഅ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചെയ്തു തീർക്കാനുള്ളത്, എന്തിനൊക്കെയാണ് പ്രതിഫലമുള്ളത്, എവിടേക്കാണ് നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്, അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് മുഹറവും പെരുന്നാളും അറഫയും ഹജ്ജും അങ്ങനെയുള്ള എത്രത്തോളം ഒരു കുഞ്ഞ് ജനിച്ചാൽ മരിച്ചാൽ എല്ലാ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേകതയുടെ ദിവസങ്ങളിലെല്ലാം എന്താണ് ചെയ്യേണ്ടത് എന്നതിനൊരു കൃത്യമായ രേഖ തന്നിട്ടാണ് പാവങ്ങളുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എല്ലാ മിമ്പറുകളിലും ആ സവിശേഷമായ ദിവസങ്ങളുടെ പറ്റി കാലികമായി തന്നെ കൃത്യമായി ഖുതുബയിൽ സംസാരിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ അറബിയിൽ ഖുതുബ പറയുന്ന പള്ളികൾ സാധാരണ ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഒരു കിതാബാണ് അവർ ഉദ്ധരിക്കാറുള്ളത്. നമ്മളൊക്കെ തന്നെയും ഖുതുബകൾ ഇങ്ങനെ രചിച്ച് അതിന്റെ നോട്ടുകൾ ഇങ്ങനെ അട്ടിയിലുണ്ടാവും, വീട്ടിൽ ഡയറിയിലുണ്ടാവും, നോട്ടുകളായിട്ടുണ്ടാകും. അങ്ങനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഖുതുബകളെ ക്രോഡീകരിച്ചൊരു കിതാബാക്കിയിട്ടാണ് ഈ ഒരു കിതാബ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. സവിശേഷമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്.
മാസത്തിനെ പറ്റിയും അതിൽ പഠിപ്പിക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ മാസം എത്തിക്കഴിഞ്ഞാൽ ആ ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ കിതാബിൽ പറയുന്ന ഖുത്ബയുടെ ആ അറബി ഖുത്ബയാണ് ഞാൻ ഇന്ന് മലയാളത്തിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. അവിടെ തന്നെ സഹോദരങ്ങളെ നമുക്കറിയാം, യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ച് ആദ്യത്തെ വെള്ളിയാഴ്ച, റബീഉൽ അവ്വലിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലെ അറബിയിൽ ഖുത്ബ പറയുന്ന പള്ളിയിലെ ഖതീബ് പറയുന്ന വാക്ക് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഇന്നഹു ലൈസ അഅദുൻ അക്റമ അലല്ലാഹി മിനൻ നബി. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദിനേക്കാളും ആദരണീയനായ മറ്റാരുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. അങ്ങനെ അഷ്റഫു മിൻ മുഹമ്മദിൻ ബിനബിയിഹി വ ശഫീഇഹി, അല്ലാഹുവിന്റെ അടുക്കൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായി മുഹമ്മദ് നബിയേക്കാൾ പ്രത്യേകത മറ്റാർക്കുമില്ല. അറബിയും മലയാളവും പറയുമ്പോൾ അറിയാം, രണ്ട് ഖുത്ബന്റെ സമയം എടുക്കും. അവിടുന്ന് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോരിശ് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. വലം യുഅമ്മിർ ഇൻദ ഉദൂരി നഹിയതിഹി, പ്രവാചകന്റെ സമയം തീർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയുസ് നീട്ടി കിട്ടിയില്ല. വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരികും ഹാദാ മിൻ റുസുലി റബ്ബിഹിൽ കിറാം, ഇതുപോലെയുള്ള ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ് റസൂലുള്ളാഹിയെ ദൈവദൂതന്മാർ സമീപിച്ചത്. ആ ഖുത്ബന്റെ ഏടിലല്ല, ഇങ്ങനെയുള്ള റബീഉൽ അവ്വലിലാണ് മലക്കുൽ മൗത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നത്. അൽ മുവക്കിലീന ബിഖബ്ലി നുഫൂസിൽ അനാം, മനുഷ്യരുടെ റൂഹിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ ദൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചത് ഈ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിനെ പിടിക്കാൻ അവർ ശ്രമം ആരംഭിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്കും പൊരുത്തത്തിലേക്കും ആ ആത്മാവിനെ നീക്കിക്കൊണ്ട് പോകാനുള്ള പ്രവർത്തനം അവർ ആരംഭിച്ചു. നന്മകളിലേക്കും ഉത്കർഷങ്ങളിലേക്കും നീക്കാൻ മലക്കുകൾ വന്ന മാസമാണ്. എന്നിട്ട് ഇങ്ങനെ പറയാണ്, ആ മലക്കുകൾ റസൂലുള്ളാഹിന്റെ റൂഹിനെ പിടിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ? പ്രവാചകന്റെ ചരിത്രവും പ്രവാചകന്റെ സ്വഭാവവും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ്, എത്ര രോമാഞ്ചമാണ് നമുക്കുണ്ടാകുന്നത്, എത്ര ആത്മവിശുദ്ധിയാണ് നമുക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു പ്രവാചകൻ റസൂലുള്ളാഹ് മരണപ്പെടുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഈ ഖുത്ബ കേൾക്കുന്ന കൂട്ടത്തില് വാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ ആ സക്കറാത്തിന്റെ അവസാനത്തെ സമയത്ത് നമ്മുടെ കൈകളിൽ ഇങ്ങനെ കിടത്തിയിട്ട് വാപ്പാന്റെ ഓരോ ശ്വാസവും എണ്ണി 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 ഇതാ ഏതാനും സമയങ്ങൾക്കകം വാപ്പ നമ്മളിൽ നിന്ന് വേർപെടുമെന്ന് കണ്ട് പരിചയിച്ച ആളുകളാ നമ്മളെല്ലാവരും. സഹിക്കാൻ പറ്റിയിട്ടുണ്ടോ ആർക്കെങ്കിലും? സഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഭൂമുഖത്തെ എന്തിനേക്കാളും, വാപ്പനേക്കാളും ഉമ്മയേക്കാളും സർവ്വതിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവും അവന്റെ റസൂലും ആകുന്നത് വരെ ഒരാൾ മുഅ്മിനാകുകയില്ല എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനാണ്, ആ പ്രവാചകന്റെ മരണത്തെ പറ്റിയാണ് ഒന്നാമത്തെ ഖുത്ബയിൽ അതിൽ പറയുന്നത്. എന്നിട്ട് പറയാ, പ്രവാചകൻ തേങ്ങിക്കൊണ്ടിരുന്നു, ഒരുപാട് വിഷമിച്ചു അദ്ദേഹം. പ്രവാചകന്റെ കാലുകൾ നീട്ടാനും ചുരുക്കാനും തുടങ്ങി. വീഴ്ചയുടെ ഭീകരതയാൽ പ്രവാചകന്റെ നെറ്റിത്തടം എന്തായി വിയർത്തുപോയി. കണ്ടുനിന്നവർ പൊട്ടിക്കരഞ്ഞു. എന്നോട് പറഞ്ഞു, ഈ ദുരിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റെടുക്കാൻ കാണികൾ തയ്യാറായി. പ്രവാചകരെ, താങ്കൾക്കുണ്ടാക്കിയ വിഷമം എനിക്കുണ്ടായിക്കോട്ടെ എന്ന് പറയുന്നിടത്തേക്ക്, ചിന്തിക്കുന്നിടത്തേക്ക് അവർ മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി അവർക്കാർക്കും തടുക്കാനായില്ല. തന്റെ കുടുംബത്തെയോ സമുദായത്തെയോ മലക്കുകൾ കണക്കിലെടുത്തു പോലുമില്ല. അല്ലേ? അങ്ങനല്ലേ മരിക്കുക? അല്ലേ? മരണം അങ്ങനെ വരിക, മരണത്തിനറിയില്ല. ഈ മരണപ്പെടുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നമുക്ക്, നമ്മളെയാണ് മരണം പിടികൂടുന്നതെങ്കിൽ മരണത്തിനറിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറെ പിഞ്ചുകുട്ടികളാ ഉള്ളത് എന്ന് മരണത്തിനറിയില്ല. ഒരുപാട് വർഷങ്ങൾ അധ്വാനിച്ചാലും വീട്ടാൻ കഴിയാത്തത്ര കടമുള്ളവനാണ് ഞാനെന്ന് മരണം നോക്കാറില്ല. മരണം നോക്കാറില്ല. ഒരു വയറ്റിലും 3-4 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട് എന്ന്, അതാണ് മരണം. അങ്ങനെ കടന്നു വരുന്നതാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രബോധന സിരകളിൽ
അച്ചുതണ്ടിലിരുന്ന മഹാനായ പ്രവാചകനാണിത് എന്ന് അന്ന് മരണം നോക്കിയിട്ടില്ല അല്ലേ? കൃത്യമായ സമയമെത്തിയപ്പോ 63 വയസ്സെത്തിയപ്പോ അള്ളാന്റെ റസൂലിനും മരണം പിടികൂടുന്ന അവസ്ഥ ഉണ്ടായി. ആ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ ഖുതുബയിൽ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പിന്നെ ചോദിക്കുന്നത് എന്താണെന്നറിയോ? അറബിയിലാണല്ലോ, പലർക്കും അതറിയില്ല. സത്യല്ലേ? കുറെ ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല. 10 ഖുതുബകൾ കേട്ട ആളുകളോട് 10 ഖുതുബ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയാറുണ്ടോ? പറയാൻ കഴിയാറില്ല. അറബി അറിയുന്ന ആളുകൾക്ക് പറയാൻ കഴിയും. അറബി അറിയുന്ന ആളുകൾക്ക് അറബി തന്നെയാ പറഞ്ഞു കൊടുക്കേണ്ട, ഒരു സംശയമില്ല. എന്നാൽ പിന്നെ ചോദിക്കാൻ എന്താണെന്നറിയോ? ഉസ്താദ് ആ കൗമിനെ വിളിച്ചിട്ട് ചോദിക്കാൻ, നശിച്ചവരുടെ പിൻഗാമികളെ, കഴിഞ്ഞുപോയവരുടെ ബാക്കി പത്രമേ, തന്നിഷ്ടത്തിന്റെ അടിമകളെ, നാശത്തിന്റെ സുഹൃത്തുക്കളെ, നാളുകൾ എണ്ണപ്പെട്ടവരെ എന്ന് വിളിച്ചിട്ട്, മോഹങ്ങളുടെ ദാസന്മാരെ, പ്രവാചകന്മാരുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്ന് ശ്രോതാക്കളോട് ഖതീബ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ഖുതുബ അങ്ങനെ അവസാനിക്കുന്നത്. ഇനിയോ രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മൾ വിചാരിക്കുന്ന പിന്നെ ജനനായിരിക്കും. രണ്ടാമത്തെ വെള്ളിയാഴ്ചയും ഇതേപോലെ തന്നെ കയറി നിന്നിട്ട് അയ്യുഹന്നാസ് വലൗ റദഉൽ മൗത ശറഫുൻ നസീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനെ മരണം തടുക്കാൻ ജന്മനാലുള്ള മഹത്വം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് സാധിക്കുമായിരുന്നെങ്കിൽ, മഹത്തായ സ്ഥാനം കൊണ്ട് വിധിയെ തടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമായിരുന്നെങ്കിൽ, ആപത്ത് തടുക്കുവാൻ സുന്ദരമായ മുഖം പ്രയോജനമാകുമായിരുന്നെങ്കിൽ, ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ ഒത്തിണങ്ങിയ മഹത്വ സമ്പൂർണനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഖുതുബയോ അറബിയിലെ ഖുതുബ മലയാളത്തിൽ പറഞ്ഞത്. ഇതാണ് രണ്ടാമത്തെ. സഹോദരങ്ങളെ, ഇങ്ങനെ ഖുതുബ പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മരണം പറയാൻ കഴിയില്ല. നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആവർത്തന വിരസത ആളുകൾക്ക് അനുഭവപ്പെട്ടേക്കും. എന്നാലും കുറെ ആളുകൾ പറഞ്ഞതാണ് അത് നിങ്ങൾ ഒന്നുകൂടി പറയണം. സഹോദരങ്ങളെ, എന്നിട്ട് പ്രവാചകൻ വല്ലാതെ ബുദ്ധിമുട്ടി. വലതുകാലും ഇടതുകാലും എന്താ പറയാ ഈ പിന്നെ ചുരുട്ടുകയും ചെയ്തു. ഒരുപാട് പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആ സ്ത്രീ, ആ ചതിച്ചയായ സ്ത്രീ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത സമയത്ത് പ്രവാചകൻ ഏറ്റ വേദന, അതേ വേദന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്ന് മരണവേദനയായിരുന്നു അത്. അതുപോലെ പ്രവാചകൻ ബുദ്ധിമുട്ടി. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. അല്ലാഹുവിന്റെ റസൂലിന് ചുറ്റും പ്രവാചകന്റെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ റസൂലിന് ആകെയുള്ളത് ചുരുക്കം ആളുകളായിരുന്നു പ്രിയപ്പെട്ടവരായിട്ട്, അല്ലേ? കുടുംബത്തിൽ പാപ്പുണ്ടായോ, ജ്യേഷ്ഠനുണ്ടായോ, അനിയനുണ്ടായോ, അളിയനുണ്ടായോ, പെങ്ങളുണ്ടായോ, പ്രിയപ്പെട്ടവരെ എളാപ്പയുണ്ടായോ, മൂത്താപ്പയുണ്ടായോ, ആരെങ്കിലും ഉണ്ടായോ? അല്ലാഹുവിന്റെ റസൂലിൽ ഉണ്ടായത് കുറച്ച് ഭാര്യമാരും ഖദീജയിലുണ്ടായ കുറച്ച് മക്കളും മാത്രമല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന് കുടുംബക്കാരായിട്ട് ആരാണുള്ളത്? പുതിയാപ്പിളമാരും മക്കളുടെ അമ്മോശന്മാരുമായിട്ടുള്ളവരല്ലാതെ ഒരുപാട് ആളുകൾ ഇല്ല അല്ലാഹുവിന്റെ റസൂലിന്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന വേളയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് സഹിക്കാനാവണില്ല. ആരാണ് ഫാത്തിമ? ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ അതേ മുഖം, അല്ലാഹുവിന്റെ റസൂലിന്റെ അതേ നടത്തം, അല്ലാഹുവിന്റെ റസൂലിന്റെ അതേ ചിരി, അല്ലാഹുവിന്റെ റസൂലിന്റെ അതേ സ്വഭാവം. സുബ്ഹാനല്ലാഹ്, ആ ഫാത്തിമക്ക് സഹിക്കാനായില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് വല്ലാതെ വേദനിച്ചു അവർ. പ്രവാചകന്റെ മകൾ വേദന കൊണ്ട് കേൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, പ്രവാചകരെ ആ താങ്കളുടെ വേദന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, എന്ത് വേദനയാണിത് വാപ്പ, എന്തൊരു പ്രതിസന്ധിയാണിത്? ആ പിന്നാര മോളെ നെഞ്ചോട് ചേർത്ത് വിളിച്ച് ആശ്വസിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ പിന്നാര മോളെ നീ വിഷമിക്കണ്ട, ഉപ്പയുടെ അവസാനത്തെ വേദനയാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇനി ഉപ്പാക്ക് വേദനയില്ല. നമ്മളൊക്കെ പലപ്പോഴും സമാധാനിക്കുന്നത് അവിടെയാണ്. പ്രിയപ്പെട്ട പലരും ഈ തൗഹീദിൽ ഉൾക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് സുന്നത്തുകളെ ജീവിപ്പിച്ച് ജീവിച്ച ആളുകൾ ഒരുപാട് കാലം ഇങ്ങനെ വേദനയോടുകൂടി പ്രയാസത്തോടുകൂടി നീങ്ങി അവർ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ നമുക്കാകെയുള്ള കരുത്തതാണ്. ഇനി അങ്ങോട്ട് അവർക്ക് പ്രയാസം ഉണ്ടാവില്ല, ഉണ്ടാകരുത് എന്നതാണ് നമ്മുടെ ബോധ്യവും പ്രാർത്ഥനയും, അല്ലേ? അങ്ങനെ അവർ സമാധാനിച്ചുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉറക്കമോ മയക്കമോ ഇല്ലാത്ത റബ്ബിലേക്ക് നിർഭയത്വം അന്വേഷിച്ച് ഞാൻ പോവുകയാണ് ഫാത്തിമ. അതുകൊണ്ട് പേരക്കിടാങ്ങളായ ഹസനുണ്ട്, ഹുസൈനുണ്ട്, എല്ലാവരും കരഞ്ഞുകൊണ്ട് അവിടെ
അവിടെയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ അല്ലാഹുവിന്റെ റസൂൽ തലചായ്ച്ചു വല്ലാതെ ബുദ്ധിമുട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഉസ്താദ് ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്താണെന്നറിയോ? വഅയ്യു തർഫിൻ അലൈഹി മാ ദഫ ഫഅയ്യു നജീബിൻ അലൈഹി മർതഫ വഅയ്യു റജുലിൻ ലിഫഖ്ഹിഹി മക്തസ. ഈ ഖുതുബയിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഏത് ഉന്നത കുലജാതനാണ് ഇവിടെ തല ഉയർത്താത്തത്? ഒന്നും തിരിയാതെ തലയും താഴ്ത്തിരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നത് കേട്ടിട്ട് ആർക്കാണ് ഉറക്കം തൂങ്ങാൻ കഴിയുന്നത്? ഖുതുബയിലാട്ടോ. എല്ലാവരും ഉറങ്ങും. തലേന്ന് ബാനറും തോരണമൊക്കെ കിട്ടി ഉറക്കം ഒഴിഞ്ഞ് ആകെ ബുദ്ധിമുട്ടിലായിരിക്കുള്ള ആൾക്കാർ. ഇതിനിടയിൽ മനസ്സിലാകാത്തൊരു ഖുതുബയും ആലോചിച്ച് നോക്കൂ. ഈ ഖുതുബകളിലൊക്കെ ഉള്ളത് പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരുന്നത് റബീഉൽ അവ്വലിലെ ഖുതുബയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വിഷയമുള്ളൂ. സത്യം. ഇപ്പൊ ഒരു വിഭാഗം ആളുകൾ ചെറിയ ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. താഴെ ഇറങ്ങിയാലോ മുകളിൽ മരണം, മിമ്പറിൽ മിഹ്റാബിലെത്തിയാൽ ജനനം. ഇപ്രാവശ്യം അടിച്ചു പൊളിക്കണം. മുമ്പത്തെ കുറെ ആളുകൾ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. അതുകൊണ്ട് ഉഷാറാക്കണം. എവിടെ പോലും അവർ മരിച്ചതല്ല, അവർ ഏതെങ്കിലും ഒരു ഖുതുബ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് മാറി നിന്നവരാൻ. സഹാബത്തിന്റെ കൂടെ മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് മാറി. അതുകൊണ്ട് ഇത്തവണ നമുക്ക് ഉഷാറാക്കണം, അല്ലേ? ഉഷാറാക്കാൻ എല്ലാവരും പിടിക്കണം. ഇപ്പം കണ്ടില്ലേ നിങ്ങൾ, ഓണത്തിന് ഏതെങ്കിലും ഒരു മുസൽമാൻ ഫോൺ തുറക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? അരക്കെട്ടും അവളുടെ പൊക്കിളും അവളുടെ ഹൃദയഭാഗവും ഇളക്കി മറിച്ചിട്ട് ആടുകയാണ് ആളുകൾ. മതസൗഹാർദ്ദല്ലേ? അല്ലേ? മതസൗഹാർദ്ദല്ലേ? അത് നമ്മൾ വരൂല എന്ന് പറഞ്ഞാലോ അവർക്ക് സസ്പെൻഷനാണ്. നമ്മൾ വരൂല എന്ന് പറഞ്ഞാൽ അവർ നോട്ടഡാൻ. ആ വോയിസ് എടുത്ത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ. ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, എന്തേ നമ്മുടെ വലിയ നമ്മുടെ ചെറിയ പെരുന്നാളിലും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠി, നമ്മുടെ പ്രിയപ്പെട്ട അയൽവാസി കൃഷ്ണേട്ടൻ എന്താ ഒരു തൊപ്പിയിട്ട് നമ്മുടെ കൂടെ വരാത്തത്? എന്താ ഒരു മുസല്ല തൊപ്പിൽ വെക്കാത്തത്? പറയൂ പ്രിയപ്പെട്ടവരെ. ഒരു മുസ്ലിം വേഷം, ഒരു വൈറ്റ് ഷർട്ടെങ്കിലും ഇവരിടാത്തതെന്താ? നമുക്കാർക്കും പ്രയാസം ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. നമ്മുടെ മുസ്ലിം സമൂഹമോ അവരുടെ അതേ ആചാരം, അവരുടെ അതേ വേഷം, അല്ലേ? അതേ ഈ സമീപത്തിരിക്കുന്ന വീട്ടിലെ ഏച്ചിമാരുടെ ബ്ലൗസുകൾ എടുത്ത് ഹാജിമാരുടെ മക്കൾ അവരുടെ എന്താ പറയാ എല്ലാം പുറത്ത് കാണിച്ച് ഡാൻസ് കളിച്ചു കൊടുക്കുന്നു. മതസൗഹാർദ്ദമാണ്. എന്തൊരിടങ്ങറാക്കലാണ് നമ്മളോരെ, അല്ലേ? ഒരിക്കോരാഘോഷം ഓർക്കും ഒറ്റയ്ക്കിരുന്ന് ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മളെ ഉള്ളുപ്പോ. അങ്ങനെയായി. അതൊക്കെ വേണം, അതാണ് കാര്യം എന്നൊക്കെ ആളുകൾക്ക് തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ. എവിടെ എത്തി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എവിടത്തെ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമെടുക്കുന്നിടത്തേക്ക് മുസ്ലിം സമുദായം നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു വിയോജിപ്പാണ്? ഒരു വിയോജിപ്പില്ല. ഞാനൊക്കെ താമസിക്കുന്നത് പൂർണ്ണ മുസ്ലിങ്ങളായ ആളുകളുടെ നടുവിൽ, അവരെ കൈത്തടത്തിലാണ് ഞാനൊക്കെ ഉള്ളത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ അതെയാണ്. എന്റെ താടി പിടിച്ച് കളിക്കുന്നവരാ മിക്കവാറും ആൾക്കാർ. പക്ഷേ അവർക്കറിയാം ബാക്കി എല്ലാത്തിനും ഞങ്ങൾ റെഡി, എല്ലാ ആഘോഷങ്ങൾക്കും ഞങ്ങൾ റെഡിയാണ്. പക്ഷെ ആരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷത്തിന് നമ്മൾ റെഡിയല്ല, നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ നബിദിനത്തിന് പോകാത്തത്, അതുകൊണ്ടാണ് നമ്മൾ ബറാത്ത് ആഘോഷിക്കാത്തത്, അതുകൊണ്ടാണ് നമ്മൾ ആണ്ട് കഴിക്കാത്തത് എന്ന് 10-15 എണ്ണിയിട്ട് നിങ്ങൾ പറയുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഓണത്തിന് വരാത്തത്, അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്മസിൽ പങ്കെടുക്കാത്തത്, അതുകൊണ്ടാണ്. മറ്റൊരു വിയോജിപ്പും ഞങ്ങൾക്കില്ല. ആരാധനയുമായി ബന്ധപ്പെട്ട് എന്താ അവർ അച്ഛന് വരാത്തത്? എന്താ അവർ തറാവിക്ക് വരാത്തത്? അതുപോലെ അവർക്ക് അമർഷമുണ്ടോ? അവർക്ക് മതസൗഹാർദ്ദമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു പോകും? കൃത്യമല്ലേ പ്രിയപ്പെട്ടവരെ? എത്ര വൃത്തിയാണ്. അതുകൊണ്ട് പാടില്ലാത്തത് എണ്ണുമ്പോ 10-15 മുസ്ലിം സമുദായത്തിൽ പറയാനുണ്ട് നമുക്ക്. അതങ്ങോട്ട് പറയുക, എന്നിട്ട് പറയാം അതുപോലെ നിങ്ങളത് നമുക്ക് പറ്റില്ല. ഒരു പ്രയാസം എങ്ങനെയാ അത് പറയുക, എങ്ങനെയാ അത് വാങ്ങാതിരിക്കുക, എങ്ങനെ പോവാതിരിക്കുക എന്നൊക്കെ ഈമാൻ കുറവുണ്ട്. നമ്മൾ പഠിക്കാൻ നൽകണം. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പഠിക്കുക പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകളാണോ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നു പോയിട്ടുണ്ട് സഹാബാക്കൾ. ഓർമ്മയില്ലേ? റസൂലുള്ള മരണപ്പെട്ട് കിടക്കുന്നു വീട്ടിൽ. ബാങ്കിന്റെ സമയമായി. ഞാൻ ആവർത്തിക്കുകയാണ്, ബിലാലിനെ വിളിച്ച് ഇഫ്തഹിൽ ബാബക യാ ബിലാൽ എന്ന് വിളിച്ച് ബിലാലിനെ കൊണ്ട് ബാങ്ക് കുടിപ്പിച്ച റസൂലുള്ളാഹിന്റെ മുഅദ്ദിന്റെ മേലേക്ക് എല്ലാവരും നോക്കി. ബിലാൽ എഴുന്നേറ്റ് നിന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ദിഗന്ധങ്ങൾ ഭേദിക്കുമാറുള്ള തക്ബീറിന്റെ മന്ത്രധ്വനികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനടുത്ത മിഹ്റാബിൽ നിന്ന് ഉയരുകയാണ്.
എന്താ ഉണ്ടായത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന. പിന്നെ കേൾക്കുന്നില്ല ആരും. നോക്കുമെന്താ ബേജാറായി ബോധം കെട്ട് വീണ് കിടക്കുക ബിലാൽ. ബാങ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത വക്ത് വന്നു, ബാങ്ക് കൊടുത്തു, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത വക്ത് വന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിനായ ബിലാൽ പറഞ്ഞു കഴിയുന്നില്ല എനിക്ക്, നിങ്ങൾ ആരെങ്കിലും കൊടുത്തോളൂ. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു ബിലാൽ നിങ്ങളെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചത്, നിങ്ങൾ ബാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് ബിലാൽ പറഞ്ഞു അബൂബക്കറെ കഴിയില്ല, എനിക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനത്ത് ബാങ്ക് കൊടുക്കാൻ ബിലാലിന് കഴിയില്ല. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ ഈ മുഅദ്ദിനാക്കി ഞങ്ങളുടെ റസൂലാക്കിയത് ബിലാലെ ബാങ്ക് കൊടുക്കാനല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിച്ചത്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നതും. ബിലാൽ ഇബ്നു റബാഹ പറയുന്നുണ്ട് അബൂബക്കറെ അന്ന് ഫതഹാഇന്റെ മരുഭൂമിയിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ എന്നെ കൊല നടത്തിയപ്പോ നിങ്ങൾ പണമെറിഞ്ഞ് പിടിച്ചു കൊണ്ടുവന്ന് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് താങ്കൾ ഈ പറയുന്ന ന്യായം കെട്ട് ഈ മദീനത്ത് തിരസ് പൊന്തിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അബൂബക്കറെ നിങ്ങൾക്ക് തെറ്റിയിട്ടുള്ളെന്ന് പറഞ്ഞപ്പോഴാണ് അബൂബക്കർ ബേജാറായി പോയത്. ഇല്ല ബിലാൽ, നിങ്ങൾക്ക് പോകാം, നിങ്ങളെ ഞാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടല്ല, സ്വതന്ത്രമായ തീരുമാനമെടുത്ത് ജീവിക്കാനാണ്. ഇങ്ങനെ പോവാണ് ബിലാൽ. നാട് വിട്ടു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എത്ര ആളുകളുണ്ട് അങ്ങനെ. ഉമ്മ മരിച്ചാൽ ആ വീട് അവിടെ ഇട്ടിട്ട് പോവുകയാണ്. ഉമ്മയില്ലാതെ എന്ത് വീട്, ഉമ്മയില്ലാത്ത എന്ത് അടുക്കള, ഉമ്മയില്ലാത്ത എന്ത് അലക്കുകല്ല് അല്ലേ? ആളുകൾ ആ മറ കിട്ടാൻ വേണ്ടിട്ട് പൊയ്ക്കളയാണ്. അങ്ങനെ നാട് വിട്ടു കളഞ്ഞു ബിലാൽ. റസൂലുള്ളാഹി പറഞ്ഞാൽ അത്ര ഒട്ടിച്ചേർന്ന സഹാബത്തായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിലാൽ, മുഅദ്ദിനായ ബിലാൽ. എന്നിട്ടോ അബൂബക്കർ സിദ്ദീഖിന്റെ ഖിലാഫത്ത് കഴിഞ്ഞു. ശേഷം ഉമർ ഇബ്നു ഖത്താബാണ്. ഉമർ ഇബ്നു ഖത്താബ് ഷാമിലെത്തിയപ്പോൾ ഒരിക്കൽ ബിലാലിനെ കണ്ടു. അല്ല ബിലാൽ, നിങ്ങൾക്ക് വന്നൂടെ മദീനത്തേക്ക്? എന്ത് രസമുണ്ടാവും റസൂലുള്ളാഹിന്റെ കാലത്ത് ആ ബാങ്ക് കൊടുത്തതുപോലെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചവിടെ കൂടിക്കൂടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയോട് ഉമർ ഇബ്നു ഖത്താബിനോട് ബിലാൽ ഇബ്നു റബാഹ, ആരാ ഉമറക്കാന്ന് പറഞ്ഞാൽ പ്രവാചകൻ അങ്ങനെ സ്നേഹിച്ചിട്ട് എത്രത്തോളം അറിയോ? ഒരു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ വന്ന സൂക്ഷ്മത ഉമർ ഇബ്നു ഖത്താബിന്റെ ചരിത്രം വായിക്കുമ്പോൾ കണ്ണ് നനയാതൊരു പേജും അറിയുമല്ലോ പ്രിയപ്പെട്ടവരെ. ഒരു ദിവസം അസ്ർ ജമാഅത്ത് മിസ്സായിപ്പോയി. ഉമർ ഖത്താബിന് ഒരൊറ്റ അസ്റ മിസ്സായി. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തോട്ടത്തിൽ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു, അവരെ കൂടെ നിന്ന് ജമാഅത്തിന് നഷ്ടപ്പെട്ടു, സഹിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ആ തോട്ടം വേണ്ട, ആർക്കെങ്കിലും ദാനം ചെയ്ത് എന്റെ ആസറ നഷ്ടപ്പെടുത്തിയ തോട്ടം എനിക്ക് വേണ്ടെന്ന് പ്രഖ്യാപിച്ച ഉമർ. ആ ഉമർ ഇബ്നു ഖത്താബാണ് ബിലാലിനെ വിളിക്കുന്നത്. ബിലാൽ, നിങ്ങൾ മദീനത്തേക്ക് വരണം. ബിലാൽ പറഞ്ഞു പറ്റൂല, റസൂലുള്ളാഹി ഇല്ലാത്ത മദീനത്ത് എനിക്ക് ആവില്ല, നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എങ്കിൽ ബിലാൽ, നിങ്ങൾ ആ ബാങ്ക് എനിക്കൊന്ന് കേൾക്കണം, നിങ്ങൾ ഇവിടെ നിന്ന് ബാങ്ക് കൊടുക്കൂ സമയമായാലും. അങ്ങനെ ഷാമിന്റെ പള്ളിയിൽ, ആ ഷാമിലെ പള്ളിയിൽ വെച്ച് ഉമർ ഇബ്നു ഖത്താബിന്റെ ആജ്ഞപ്രകാരം ബിലാൽ എഴുന്നേറ്റ് നിന്ന് ബാങ്ക് കൊടുത്തു. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? 10-15 വർഷങ്ങൾക്ക് ശേഷം ബാങ്ക് കൊടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സിറിയയിലെ തെരുവോരങ്ങളിൽ ബിലാലിന്റെ ബാങ്കൊലികൾ പ്രകമ്പനം കൊള്ളിച്ചു. പ്രിയപ്പെട്ടവരെ, സിറിയയിലെ തെരുവോരങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടി ആളുകൾ പള്ളിയിലേക്ക് ഓടാൻ തുടങ്ങി. റസൂലുള്ളാഹി തിരിച്ചു വന്നോ എന്നവർ വിചാരിച്ചു. ബേക്കിൽ ഉമർ ഇബ്നു ഖത്താബ് ബാങ്ക് കേൾക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴേക്കും ഉമർ ഇബ്നു ഖത്താബ് കരയാൻ തുടങ്ങി. വഅശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയുന്നതിന്റെ മുമ്പ് ബിലാലിന്റെ വാവത്തി പിടിച്ചതോട് മതിയാക്കുക, നിങ്ങൾ ഇനി ഇത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഉണ്ട് എന്നോട് വിശ്വസിച്ചു പോകും ബിലാലെ എന്ന് പറയുന്നത് കേൾക്കാൻ ബിലാൽ ഉണ്ടായിരുന്നില്ല. ബോധം കെട്ട് കയ്യിൽ തൂങ്ങിക്കിടക്കുക. ആ ബോധം കെട്ടുപോണ ബിലാലിനെയും വിളിച്ച് ഉമർ ഇബ്നു ഖത്താബ് തിരിഞ്ഞു നോക്കുമ്പോൾ സിറിയയിലെ പള്ളി നിറഞ്ഞിരിക്കുന്നു. സിറിയ പള്ളിയുടെ മുറ്റം നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും വിചാരിച്ചു റസൂലുള്ളാഹി തിരിച്ചു വന്നു എന്ന്. അതായിരുന്നു ബിലാലിന്റെ ബാങ്കുലി, അതായിരുന്നു പ്രവാചകൻ ഉണ്ടാക്കിയ വിപ്ലവം, അതായിരുന്നു പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തിന്റെ ക്വാളിറ്റി. അതായിരുന്നു. അങ്ങനെ സ്നേഹിച്ചു സഹാബാക്കൾ. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും എന്തിന് റസൂലുള്ളാഹിന്റെ ചരിത്രം കേട്ടിട്ടല്ല ബോധം കെട്ടുപോകുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഒരു വാക്കൊരു ബാങ്കിന്റെ അകത്ത് മുഹമ്മദ് എന്ന് പറയാൻ കഴിയാത്തത്ര സ്നേഹിച്ചുപോയി അവർ, നെഞ്ചേറ്റിയവർ. അത്രയും വിശുദ്ധനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ വിചാരിക്കേണ്ട, ഒരു ഭാഗത്ത് പള്ളിയും നിസ്കാരമായിട്ട് പോകും, ഒരു ഭാഗത്ത് അടിച്ച് പൊളിച്ച് ബാൻഡ് വലിച്ച് ബാനറും കെട്ടി തുള്ളുക, അങ്ങനത്തെ റസൂലോ? മാച്ചാവുന്നുണ്ടോ
പ്രിയപ്പെട്ടവരെ? മേച്ചാകുന്നുണ്ടോ? അങ്ങനെ റസൂൽ ഉണ്ടാകുമോ? അങ്ങനെ ഒരു ആരാധന എങ്ങനെയാണ് നമുക്ക് സമ്മതിക്കാൻ സാധിക്കുക? എങ്ങനെയാണത് കഴിയുക? ആലോചിച്ചു നോക്കൂ. ആരായിരുന്നു ഈ റസൂൽ എന്നാ ഇവർ മനസ്സിലാക്കിയത്? പ്രവാചകൻ ആരെന്നാ വിചാരിച്ചത്? ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ ആടി ദിക്റും ചൊല്ല, രണ്ടാമത്തെ ദിവസം ബാൻഡ് പിടിച്ചിട്ടുള്ള അല്ലേ? മുൻപ് ഖത്താബും അബൂബക്കർ സിദ്ദീഖും ബാനർ പിടിച്ച് മുന്നിൽ നടക്കുക, അതെ, മറ്റേ ആൾ ആനപ്പുറത്ത് കയറുക, അലി റളിയല്ലാഹു അൻഹു. ഉണ്ടാവുമോ അങ്ങനെ? മേച്ചാകുമോ അങ്ങനെ? ആലോചിക്കിൻ, ഒരരവത്തിന്റെ ബുദ്ധിയെടുത്ത് ആലോചിക്കിൻ. കഴിയില്ല പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂലിനെ എങ്ങനെയൊക്കെ ആരും ഇല്ലാതെ വളർന്ന റസൂലൻ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് എല്ലാമായി നിന്നത് ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു എന്നാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നുമില്ലായിരുന്നു, വാപ്പല്ല, ഉമ്മല്ല, ഒന്നുമില്ലാത്ത സമയത്ത് ആ ഖദീജ ബീവി കടന്നു വരും. പ്രവാചകന്റെ പെങ്ങളായി നിന്നതും ഖദീജയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യയായി നിന്നത് ഖദീജയാണ്. പ്രവാചകന്റെ മുകളിൽ 15ഓളം വയസ്സ് മുകളിൽ പ്രായമുണ്ടായത് കാരണത്താൽ റസൂലുള്ളാഹിന്റെ ഉമ്മാന്റെ സ്ഥാനത്തും ഖദീജയാണ്, റസൂലുള്ളാഹിന്റെ പെങ്ങളെ സ്ഥാനത്തും ഖദീജയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ സ്ഥാനത്തും ഖദീജയാണ്. പ്രിയപ്പെട്ടവരെ, നാഥനായിരുന്നു അത്, അത്താണിയായിരുന്നു അത്. അതുകൊണ്ടാണ് ജബലുന്നൂരിലെ ഗിരിസാലുക്കളിൽ ജിബ്രീൽ എന്ന മാലാഖയുടെ വരവും കണ്ട് പേടിച്ച് സമ്മിലോനി എന്ന് വിളിച്ച് അല്ലാഹുവിന്റെ റസൂല് ഓടി വന്നത് ഖദീജയുടെ വീട്ടിലേക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷവും റസൂലുള്ളാഹിന്റെ വായിലുള്ള വർത്താനം മിക്കവാറും സമയം ഖദീജയായിരുന്നു. ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്താ ഇത് വായി നിറച്ച് വെറും ഖദീജ, വെറും ഖദീജ, എന്താ നമ്മളൊന്നും പറ്റൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളെ നൽകിയതും ഈ എല്ലാ ഭാര്യമാരിലും ഖദീജ മാത്രമായിരുന്നു. അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കുക, ഖദീജയിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. മഹദിയായ ഖദീജ ആരാണ്? ഖദീജ ബിൻത് ഖുവൈലിദ്. ഒരിക്കലേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖദീജ വരുന്നുണ്ട്. ഖദീജന്റെ 5000 അടി മുകളിലുള്ള ഹിറാ ഗുഹയിലേക്കാണ് 3 നേരം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത്. 3 നേരം. നമ്മൾ സിറ്റ് ഔട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് ചോദിച്ചപ്പോൾ ഇങ്ങക്ക് തുറന്നെടുത്തൂടെ ചോദിക്കും, അല്ലെങ്കിൽ ഒന്ന് കൊണ്ടു കൊടുക്കണേ അല്ലേ? അത്രേ നമ്മൾ ഉത്തരവാദിത്വം. പ്രിയപ്പെട്ട പെങ്ങന്മാരെ, സഹോദരിമാരെ, ആലോചിച്ചു നോക്കി. ഇത് 5000 അടി മുകളിൽ ഇന്ന് നമ്മൾ പോകുന്ന വിശാലമായി നടക്കാൻ സൗകര്യമുള്ള 10 അടി വീതിയുള്ള കിലോമീറ്ററുകൾ കുറഞ്ഞ റൂട്ടിലൂടെ എല്ലാം ഒന്ന് പോയത് കരിമ്പാറകൾക്കും കരിമുള്ളുകൾക്കും ഇടയിലൂടെ നടന്ന് ഹിറാ എന്ന ഗുഹയുടെ ഉള്ളിലേക്ക് ഏകയായി നടന്നുപോയി തന്റെ പ്രിയതമന് ഭക്ഷണം എത്തിച്ചു ഖദീജ. ആ ഖദീജയെ പറ്റി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഖദീജ വരുന്നുണ്ട് റസൂലേ, അവരുടെ കയ്യിലൊരു പാത്രമുണ്ട്, അവർ വന്നാൽ, അവരെത്തിയാൽ നിങ്ങൾ അറിയിക്കണം, അല്ലാഹു യഖറഉ അസ്സലാം, റഹ്മാനായ റബ്ബ് ഖദീജക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കണം. സുബ്ഹാനല്ലാഹ്, എന്റെ സലാമും കൂടി പറയണേ എന്ന് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആരോട്? ഒരു പെണ്ണിനോട് അർശിന്റെ നാഥൻ അർശിന്റെ മുകളിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പ്രിയപ്പെട്ടവരായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനും റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം. പണക്കാരിയായ ഖദീജ എല്ലാം തന്റെ പ്രിയതമനിലൂടെ ദീനിനു വേണ്ടി ചെലവഴിച്ച് ഒരു പാവം സ്ത്രീയായിട്ടാണ് മരണപ്പെട്ടത്. അതിനുശേഷം ബാക്കിയുള്ള ഭാര്യമാരൊക്കെ പറഞ്ഞു. ആ ഖദീജയിൽ മാത്രമായിരുന്നു മക്കളുണ്ടായത്. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ ഖദീജ എന്ന് പറഞ്ഞാൽ കാനത്ത് വ കാനത്ത്, ഖദീജ അതായിരുന്നു, ഖദീജ ഇതായിരുന്നു, കാനത്ത് വ കാനത്ത്, അങ്ങനെയായിരുന്നു ഖദീജ, ഇങ്ങനെയായിരുന്നു, ഫുൾ ടൈം ഖദീജയായിരുന്നു. ഒന്നാമത്തെ ഭാര്യക്കുള്ളൊരു പ്രത്യേകത, ഒന്നാമത്തെ ഭാര്യ പിന്നീട് വന്ന എല്ലാ ഭാര്യമാരോടും പറയാൻ മാത്രമുള്ള ചരിത്രം സൃഷ്ടിച്ച ഭാര്യയായിരുന്നു. മനസ്സിലായോ? അത്രയും സൂക്ഷ്മതയും അത്രയും ഭർത്താവിന്റെ തണലായും ജീവിച്ച ആ പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം കൊടുത്തയച്ചു. അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് പേടിച്ചിട്ട് ഈ ഖദീജ ബീവിയുടെ അടുക്കൽ വന്ന് ചരിത്രം പറയുന്നുണ്ട്, ഹദീസിൽ പറയുന്നുണ്ട്, തന്റെ മടിയിൽ തന്റെ തുടയിൽ തലവെച്ച് കിടത്തിയിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞല്ലേ, അല്ലാഹുവിന്റെ റസൂൽ, നിങ്ങൾ എന്തിനു പേടിക്കുകയാണ്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനല്ലേ? നിങ്ങൾ പാവങ്ങളുടെ ദൂതൻ റസൂലല്ലേ? നിങ്ങൾ യതീമിന്റെ അത്താണിയല്ലേ? എന്തിനു നിങ്ങൾ പേടിക്കണം റസൂലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു രസമാക്കിയെടുത്തു. ചൂടോടെ പേടിച്ച് വിറച്ചു വന്ന മനുഷ്യന്റെ മസ്തിഷ്കത്തിനുള്ളിലും ഹൃദയത്തിനുള്ളിലും ഐസ് വാരി എറിഞ്ഞതുപോലെ കുളിർമ കൊടുക്കേണ്ടവളാണ് ഭാര്യ എന്ന് ലോകത്തെ മുഴുവൻ ഭാര്യമാർക്കും പാഠം പഠിപ്പിച്ചു കൊടുത്തത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്.
അത്രയും പരിശുദ്ധയായിരുന്നു. അതുകൊണ്ടാണ് വനിതകളുടെ നേതാക്കന്മാരിൽ രണ്ടുപേരെ എണ്ണിയത്, അല്ലേ? ഒന്ന് ഇമ്രാന്റെ മകൾ മറിയമും ഒന്ന് ഖുവൈലിദിന്റെ മകൾ ഖദീജയും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ നിലക്കും ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എങ്ങനെയാണെന്ന് പെണ്ണിനും പാഠം നൽകിയിട്ട പ്രവാചകൻ പോയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയണം. പലർക്കും ശ്രദ്ധിക്കേണ്ടതാണ്. പലർക്കും പറ്റുന്നത് അവിടെയാണ്. ആലോചിച്ച് നോക്കൂ, പലർക്കും പടച്ചോൻ കൊടുക്കാത്ത പലതും എനിക്ക് നിങ്ങൾക്ക് അള്ളാഹ് തന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അല്ലേ? ഭാര്യമാരില്ലാത്ത അവസ്ഥ എന്താ? ഭാര്യമാരില്ലാതെ ജീവിച്ചത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ വാപ്പയും നമ്മുടെ എളാപ്പയും നമ്മുടെ മൂത്താപ്പയും ഒക്കെ ഭാര്യമാരില്ലാതെ ജീവിക്കുന്ന ആളുകളുടെ പ്രയാസം ചെറുതല്ല. അവരരികു പറ്റിപ്പോകുന്ന സമൂഹത്തിൽ അവർക്ക് അന്ധത ബാധിച്ചു മാരകമായ രോഗങ്ങൾ വരെ അവരെ തേടി വരുന്നത് ഈ ഒരു തണലില്ലാത്തത് കൊണ്ടാണ്. എത്ര ആളുകളുടെ ഭർത്താക്കന്മാരില്ലാഞ്ഞിട്ട് ഭർത്താക്കന്മാരുടെ ഉപ്പായ എടുത്തിട്ട് മണത്തോക്കി ദിവസം കൊണ്ടുവന്ന ആൾക്കാരില്ല. ഭർത്താക്കന്മാരുടെ പുതപ്പിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇത് ഭർത്താവാണെന്ന് വിചാരിച്ച് കണ്ണീർ തുടക്കുന്ന ആളുകളില്ല. എത്ര ആളുകളാ ഇണകളെ ആലോചിക്കുന്നുണ്ടാ? അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കുള്ള മൂല്യം രണ്ട് ഇണകളും നൽകേണ്ടതാണ്, ആണായാലും പെണ്ണായാലും. ചെറുതല്ല, തമാശയല്ല. അങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഒരുത്തരും ചതിക്കാൻ പാടില്ല. അവൾ അറിയാത്ത അരുതായ്മകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആണിനൊരു പെണ്ണും ചതിക്കാൻ പാടില്ല. അത്തരത്തിൽ ജീവിതം കൊണ്ടുപോകാനാണ് ഉദാത്തമായ ദമ്പതികളുടെ ജീവിതം അള്ളാഹുവിന്റെ റസൂലും നമ്മുടെ ഉമ്മ ഖദീജത്തുൽ കുബ്രയും നമുക്ക് കാണിച്ചു തന്നതാണ്. നബിദിനം ആഘോഷിക്കും ഇങ്ങോട്ട് നമ്മൾ ഈമാനും ദീനൊക്കെ വേണ്ടിയത്. അല്ലാണ്ട് ഇന്ന് 5 കിലോമീറ്റർ കെട്ടിയ തോരണം 50 കിലോമീറ്റർ ആക്കാന്നു. എന്തൊക്കെയല്ലേ കാസർഗോഡ് ഭാഗത്തൊക്കെ? ജാറത്തിന്റെ ഹോൾസെയിൽ കേന്ദ്രമാണത്, ശിർക്കിന്റെ കൂടാരാണത്. രക്ഷപ്പെടില്ല പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗംഭീരമായ ശിക്ഷ അവർക്ക് വരുമോ എന്ന ഭയമാണ് നമുക്കുള്ളത്. കാരണം ആ തരുണത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ദീനിനെ അട്ടിമറിച്ചിട്ടുണ്ട്. അത്രയും പ്രയാസത്തിലാ കാര്യങ്ങളുള്ളത്. വിശ്വാസം കുറെ ആളുകൾ പാവങ്ങളെ ചൂഷണം ചെയ്യും. ഏത് മതാന്ന് പോലും മനസ്സിലാകുന്നില്ല. ഇതര മതക്കാർക്ക് അനുവദിച്ചിട്ടുണ്ട് ഈ സാധനമൊക്കെ, ശിക്ഷയില്ല. അവര് പോലും ധൈര്യപ്പെടുന്നില്ല അത്ര അടിച്ചു പൊളിക്കാൻ. അവര് 2 ആനോണ്ട് പരിപാടി നടത്തുന്നത്. ഇവിടെ 10 ആനയാ. അവിടെ ചില്ലറ കിലോമീറ്റർ തോരണം തൂക്കുമ്പോ നമ്മളൊരു നാട് മുഴുവൻ തോരണം. എന്താണിത്? റസൂലുള്ളാഹി ഓലെ നബി ജനിച്ച ദിവസമാവുന്നു എന്ന് പറയിപ്പിക്കാൻ ബ്ലോക്ക് ആവുന്നു, എയർപോർട്ട് മിസ്സാകുന്നു, ഫ്ലൈറ്റുകൾ മിസ്സാകുന്നു, ICUവിലെത്താതെ ആളുകൾ മരണപ്പെടുന്നു. എന്തേ കാരണം? ഓലെ നബി ജനിച്ച ആ കുന്തത്തുമ്പോൾ നമ്മൾ കുടുങ്ങിയതാണ് ഓലെ കൊണ്ട് പറയിപ്പിക്കാൻ. അല്ലേ? എന്തൊക്കെ അവർ പറയും നമ്മളെ റസൂലുള്ളാഹിന്റെ പേരിന്റെ കൂടെ, എന്തൊക്കെ തോന്നിയാസങ്ങൾ പറയും പ്രിയപ്പെട്ടവരെ. ആരായി പറയിപ്പിക്കുന്നത്? മുസ്ലിം സമുദായത്തിന്റെ മേലാളന്മാരാണെന്ന് വിചാരിക്കുന്ന ആളുകൾ അവർ ആദപതിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പറയിപ്പിക്കുകയാണ് റസൂലുള്ളാഹിനെ. എന്നാലോ വഴിയിൽ നിന്ന് നമ്മളൊന്ന് മാർഗതടസ്സം നീക്കിക്കൊടുത്താൽ, ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് കൊടുത്താൽ ആ ഇരിക്കുന്ന മനുഷ്യനറിയാം എന്തൊരു മനുഷ്യനാ. ഈ ബസ്സിനകത്ത് എത്ര അല്പന്മാരുണ്ട്. അതിൽ നിന്ന് ആ മുസ്ലിം സഹോദരന് എഴുന്നേൽക്കാൻ തോന്നിയത് അവന്റെ ദീനാണത് എന്ന് തിരിച്ചറിയിക്കുന്നിടത്തുന്ന നമ്മൾ വരേണ്ടത് അല്ലേ? അതല്ലേ നബി സ്നേഹം? ആലോചിച്ച് പറയിപ്പിക്കുകയാണ്. എല്ലായിടത്തും കല്യാണാവട്ടെ, കാനോത്താവട്ടെ, നബിദിനമാകട്ടെ, എല്ലായിടത്തും പറയിപ്പിക്കുന്നിടത്താണ് മുസ്ലിം സമുദായമുള്ളത്. അള്ളാഹു നമ്മെല്ലാരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് കൃത്യമായി ഇതൊരു പാർഷ്വാലിറ്റിയുടെ വിഷയമൊന്നല്ല. ഇത് നമ്മൾ പഠിക്കുക. എല്ലാവരും നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്, നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ചിന്തിക്കുവിൻ. നിങ്ങൾക്ക് ദൃഷ്ടാന്തം നിങ്ങളുടെ തൊട്ടടുത്ത് ലഭിക്കുന്ന നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. തരുണത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും പ്രവാചകനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാനും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ആഘോഷങ്ങൾ ഇങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. ഓരോ ആഘോഷവും ഭയങ്കര വൈബിലാണ്, അല്ലേ? വല്ലാത്ത മൂഡിലാണ് ആളുകൾ. എല്ലാവരും അതിനുവേണ്ടി മത്സരിക്കും. മുസ്ലിം കുട്ടികളൊക്കെ മുടിയൊക്കെ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് പുറത്തിട്ട് അവര് അണിയുന്നത് പോലെ അണിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് എല്ലാവരും. എന്താ
ചോദിക്കാൻ ആരുമില്ല, ഒരു സമുദായവും ഇല്ല ചോദിക്കാൻ. ഒരു മിമ്പറിലും ഇത് പറയാൻ കഴിയില്ല. ഈ മലയാളത്തിൽ അള്ളാഹനെ മാത്രം ഭയപ്പെട്ട് പറയുന്ന മിമ്പറുകളിൽ നിന്നല്ലാതെ ഇതിനെതിരെ ഒരു ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാനും സാധിക്കില്ല. പിന്നെ എവിടെ മുസ്ലിം സമുദായം നന്നാവുക? ആരാണ് നന്നാവുക? ഒരാളും നന്നാവില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവിടേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തങ്ങളുണ്ട്. പണ്ഡിതന്മാർ പണ്ഡിത ദൗത്യം നിർവഹിക്കേണ്ടവരാണ്. അവർ ഒളിച്ചോടി അനങ്ങാതെ നിൽക്കാൻ പാടില്ല. അവിടേക്ക് നമ്മൾ പോകണം. ആരെയും നമ്മൾ പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരാക്ഷേപിക്കുന്നില്ല. അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരുമായിട്ട് ഇടപെടണം, അവരുമായിട്ട് സന്തോഷങ്ങൾ പങ്കുവെക്കണം, അവരുമായിട്ട് ആഘോഷങ്ങളിൽ വരെ പങ്കെടുക്കണം. ആരാധനകളിൽ പങ്കെടുക്കരുത്. അവർ പങ്കെടുക്കാത്തതുപോലെ എങ്കിലും നമ്മൾ പങ്കെടുക്കരുത്. അങ്ങനെയെങ്കിലും ചിന്തിച്ചൂടെ? അവര് പങ്കെടുക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ദീനോ മതമോ ഹദീസോ ആയത്തോ ഇല്ലാത്ത അവര് പോലും നമ്മളുടെ ഒരു ആരാധനാ പരിപാടിയിൽ അവർ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല. അതുപോലും നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് നമ്മളൊക്കെ സൂക്ഷിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മളെ പിടിക്കും. ആ പിടിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ രക്ഷപ്പെടണം. പിടിക്കുന്ന സമയത്ത് രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. ഫിറോൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്രീമയെ ഓർമ്മയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച അബൂജഹലിന്റെ മകൻ ഇക്രിമ. ആരായിരുന്നു ഇക്രിമ? ഇക്രിമയെ മക്കാ വിജയത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിൽ ഇക്രിമയുണ്ട്. അവരെ ഇക്രിമയെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ കൊന്നുകളയെന്നാണ് റസൂൽ പ്രഖ്യാപിച്ചത്. അത്ര ഉപദ്രവകാരിയായിരുന്നു. പ്രവാചകൻ പറഞ്ഞ എത്രയെന്നറിയോ? കാബാലയത്തിന്റെ കില്ലയിൽ പിടിച്ച് തൂങ്ങിയ നിലക്കാണ് കാണുന്നതെങ്കിലും വെച്ചേക്കരുത് എന്ന് പറഞ്ഞു. ഇസ്ലാമിനോട് അത്ര ബദ്ധവൈരിയായ ശത്രുവായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? അദ്ദേഹം നാട് വിടുന്ന അവസ്ഥ ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഇക്രിമയുടെ ഭാര്യ മുസ്ലിമായിരുന്നു, ഇസ്ലാം സ്വീകരിച്ചു. ആ ഭാര്യ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇക്രിമ ഇസ്ലാം സ്വീകരിച്ചിട്ട് തിരിച്ചു വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടണമെന്ന് പറഞ്ഞു. ഇക്രിമ നാട് വിട്ട് ഒരു കപ്പലിൽ കയറിയിട്ട് പോയി. നിങ്ങൾ കേട്ടിട്ടില്ലേ ചരിത്രം? ആ കപ്പല് കാറ്റിൽ ആട്ടിയുലഞ്ഞു, തിരമാലകൾക്കിടയിൽപ്പെട്ട് ഏത് നിമിഷവും അത് എല്ലാവരെയും കൊണ്ട് മുങ്ങുവെന്ന് കണ്ടപ്പോ കപ്പലിന്റെ ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞെന്താ? ഇനി നിങ്ങളെല്ലാവരും എങ്ങനെ പറഞ്ഞത്? യാ ഖൗമി അഖ്ലിസൂ, ഈ കപ്പലിലുള്ളവരെ നിങ്ങളൊക്കെ ഇനി ഇഖ്ലാസുള്ളവരായിക്കോളി, നല്ല രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇനി ഇഖ്ലാസ് കൈവരിച്ചോളി, അല്ലാണ്ട് ഒരു മാർഗവുമില്ല നിങ്ങളുടെ മുന്നിൽ എന്ന് അവർ പറയുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ എന്തുണ്ടായി? ഇനി നിങ്ങൾ വിളിക്കുന്നത് റബ്ബിനെ മാത്രമായിരിക്കണം എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. അവിടെയാണ് ഇവിടെ നിങ്ങളുടെ ഇലാഹുകളൊന്നും തന്നെ നിങ്ങളെ സഹായിക്കില്ല എന്നവർ പറഞ്ഞു. ഫഇന്ന ആലിഹതകും ലാ തുഅനി അൻകും ശൈഅൻ ഹാഹുനാ, ഒരിലാഹും നിങ്ങളെ രക്ഷപ്പെടുത്തില്ല. കപ്പൽ കടലിന്റെ നടുവിലാണ്. 4 ദിക്കിലേക്കും നോക്കിയാൽ ഇങ്ങനെ കടലിങ്ങനെ പരന്ന് കിടക്കുക ചെയ്യാം. ലക്ഷദ്വീപിലൊക്കെ പോയിട്ട് കാണാൻ പറ്റും. ദിക്ക് പോലും തിരിയില്ല. അള്ളാനെ വിളിച്ചു ശരിക്കും. ഒരുവിധ ആളുകൾക്ക് ദീന് കറക്റ്റായിട്ട് ഓരോന്ന് കപ്പലിൽ കൊണ്ടാകുമ്പോൾ എന്റെ അഭിപ്രായം. അള്ളാനെ വിളിക്കും, ഇക്രിമ വിളിച്ചതുപോലെ. എന്നിട്ടോ അവരിത് പറഞ്ഞ സമയത്ത് ഇക്രിമയുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെന്നറിയുമോ? ഇത് കേട്ടപ്പോ ഇക്രിമ പറയാണ്, കടലിൽ ഇഖ്ലാസ് കൊണ്ടല്ലാതെ രക്ഷപ്പെടുകയില്ലെങ്കിൽ കരയിലും ഇഖ്ലാസ് കൊണ്ടല്ലാതെ രക്ഷപ്പെടുകയില്ല എന്ന് ഇക്രിമ പ്രഖ്യാപിച്ചു. കടലിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹ് വേണമെങ്കിൽ കരയിൽ നിന്ന് രക്ഷപ്പെടാനും റബ്ബ് വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നിട്ടോ അദ്ദേഹം അങ്ങനെയാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? വമ്പിച്ച പ്രഖ്യാപനം നടത്തി, വിപ്ലവകരമായ പ്രഖ്യാപനം നടത്തിയിട്ട് അള്ളാഹനെ തിരിച്ചറിഞ്ഞത് അവിടുന്ന്. നമ്മളാളുകൾക്കോ ഈ സാധനം ഇല്ല. ദീനിന്റെ അകത്തുള്ള ആളുകളാണ് വഷളാകുന്നത്. അവരുടെ മരണത്തിന്റെ സമയമെത്തുമ്പോഴേക്കും അവർ ദീനിൽ നിന്ന് പുറത്തേക്ക് എത്തിയിട്ടുണ്ടാകും. പലരെയും അവർ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടാകും. നമ്മൾ ഉദ്ദേശമല്ല. നിങ്ങളുടെ അവസാന സമയത്തെങ്കിലും നിങ്ങൾ കാമിലായ ഈമാനോടുകൂടി മരിക്കുന്നവരാകണം. അള്ളാഹനെ മാത്രം ആരാധിക്കുക. പ്രവാചകന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രവാചക ചര്യ മുറുകെ പിടിക്കുന്നിടത്താകണമെന്ന് നിങ്ങൾക്കറിയോ? ഏതെങ്കിലും നബിദിനം കഴിഞ്ഞിട്ട് ആരെങ്കിലും അള്ളാന്റെ റസൂൽ താടിയൊക്കെ ഉള്ള ആളേനുല്ലേ, റസൂൽ നീളമുള്ള കുപ്പായൊക്കെ ഇട്ട ആളായിരുന്നു, റസൂലുള്ള പള്ളിയിൽ കുറെ ഇരുന്നിരുന്നില്ലേ എന്നും പറഞ്ഞിട്ട് നന്നായത് കണ്ടിട്ടുണ്ടാവും. ഞാനൊരു തമാശ രൂപത്തിൽ ചോദിക്കുകയാണ്. സാധാരണ ചില ആളുകളോട് ഞാൻ ഉംറക്ക് പോയ വന്ന ശേഷം പിന്നെ ഞാൻ മദ്യപിച്ചിട്ടില്ല, ഉംറക്ക് പോയ വന്ന ശേഷം പിന്നെ ഞാൻ സലഫി മഫ്തി ഇട്ടത്, ഉംറക്ക് പോയി വന്ന ശേഷം പിന്നെ ഞാൻ പർദ്ദ ഇടാറുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇപ്രാവശ്യത്തെ നബിദിനം കൈനേരാണ് ഞാൻ സുന്നത്ത് നിസ്കാരമൊക്കെ തുടങ്ങിയത്. ഒരാൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ?
കേൾക്കൂല. അവിടുന്ന് ഒരു ദീനും വരാനില്ല പ്രിയപ്പെട്ടവരെ. ദീന് മറന്ന് മതിമറന്ന് തിന്നും കുടിച്ചും കളിച്ചും തുള്ളിയും എന്തിനോ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ കളയുന്ന സമൂഹമായിട്ട് നമ്മൾ മാറുക ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകളെയും രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇൽമും ഇഖ്ലാസും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തിരിച്ചറിവ് കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ اللهم انصرنا الاخوان المسلمين في كل مكان اللهم انا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء اللهم انا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها اللهم إنا أسألك الهدى والتقى والعفاف والغنى اللهم إنا أسألك الجنة ونعوذ بك من النار توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما